2020 ലോകകപ്പിൽ ഇന്ത്യക്ക് കൂറ്റൻ വിജയം. നിർണായക മത്സരത്തിൽ സിംബാബ്വെ 72 റൺസിന് തോൽപ്പിച്ചു. 257 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ സിംബാബ്വെ 6 വിക്കറ്റിന് 184 റൺസ് എടുത്തു. അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാൽ ഇന്ത്യക്ക് സെമിയിലെത്താം. ജയേഷ് പൂക്കോട്ടൂർ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. ജയേഷ്, അങ്ങനെ സെമി പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം വളരെ നിർണായകമായിരുന്നു. അതിലൊരു വമ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യ. നിർണായക മത്സരത്തിൽ സിംബാബ്വെയെ 70 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇതാ സെമി ഫൈനലിൽ സാധ്യതകൾ വളരെ സജീവമാക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഏറ്റ പരാജയത്തിന് എല്ലാം സിംബാബ്വെക്കെതിരെ ഒരു അതിശക്തമായ പ്രകടനത്തോടെ തന്നെയാണ് ഇന്ത്യ മറികടന്നിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ നമുക്കിപ്പം മലയാളികളെയും കിട്ടിയിട്ടുണ്ട്. എവിടുന്ന് വരുന്നത്? വർക്കല, തിരുവനന്തപുരം. ഈ മാച്ച് കാണാൻ വേണ്ടിട്ട് വന്നതാണ്? അതെ അതെ. അപ്പൊ ഇന്ത്യൻ ടീമിന്റെ കടുത്ത ആരാധകനാണ്. അപ്പോൾ അതെ അതെ. ഞാനിവിടെ തന്നെ, ചെന്നൈ തന്നെ, എയർപോർട്ടിലാണ്. മാച്ച് കാണാൻ വേണ്ടി സൗദിയിൽ നിന്ന് വന്നോ? ചില്ലറ ക്രിക്കറ്റ് ആരാധകനൊന്നുമല്ല, മാച്ച് കാണാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ നിന്നിരിക്കുകയാണ്. എന്റെ പേര് അക്ബർ. എങ്ങനെയായിരുന്നു മാച്ച്? സൂപ്പർ. അപ്പൊ സൗദിയിൽ നിന്ന് വന്ന വെറുതെ ഇല്ല. അടുത്ത മാച്ചിന് പോകുന്നുണ്ടോ ഇനി? ഇല്ല, നാളെ തിരിച്ചു. സഞ്ജുവിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? സഞ്ജു തിരിച്ചു വന്ന കളിയിലാണ്, സഞ്ജു കളിച്ച കളിയിൽ മാത്രമേ നമ്മൾ 200+ സ്കോർ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും സഞ്ജുവാണ് ഈ വേൾഡ് കപ്പിലെ ഓപ്പൺ പാർട്ണർഷിപ്പ്. 2 കളിയിലും അവനെയാണ് പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. സഞ്ജു കാരണം നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയോണ്ടാണ്. കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യയുടെ ബെസ്റ്റ് 2 പാർട്ണർഷിപ്പ് വന്നത്, ഒന്ന് നബീബിയക്കെതിരെ, ഒന്ന് ഇവിടെയും. അത് രണ്ടിലും സഞ്ജു ഉണ്ടായിരുന്നു. ഇന്ത്യ 200 ക്രോസ് ചെയ്ത് 2 മാച്ചിലും സഞ്ജു ഉണ്ടായിരുന്നു. അല്ല, സഞ്ജു നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ എല്ലാ ഓപ്പണിംഗും വളരെ മോശമായിരുന്നു. സഞ്ജുവിന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവർ അത് ഏറ്റു പിടിച്ചു. അതായത് ഫസ്റ്റത്തെ 2 ഓവറിൽ സഞ്ജു തന്നെയായിരുന്നു സ്ട്രൈക്ക് എടുത്തത്. അപ്പൊ അഭിഷേകിന് ഭയങ്കര റിലീഫ് ആയിരുന്നു. അത് മാത്രമല്ല പിന്നീട് വന്ന ഇഷാനായാലും സൂര്യക്കായാലും ഒക്കെ കൂളായിട്ട് കളിക്കാൻ പറ്റും. അതെ അതെ. സഞ്ജു ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. സ്റ്റാർട്ടാണ് നന്നായത്. മാത്രമല്ല ടോസിന്റെ സമയത്ത് സഞ്ജു ഇന്നെന്ന് സൂര്യ പറഞ്ഞപ്പോൾ ഒരു ആവേശം ഉണ്ടായിരുന്നു. സിംബാബ്വൻ ക്യാപ്റ്റൻ വരെ ഞെട്ടിപ്പോയി. സെയിം പ്ലേയിങ് 11 ആണ്. ഇനി അടുത്തേലും ഇന്നിംഗ് കോമ്പിനേഷൻ ഒഴിവാക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ സഞ്ജു അടുത്ത 2 കളിയും കളിക്കുന്നതാണ് പ്രതീക്ഷ. ഇനിയിപ്പോ നമുക്ക് ഇതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് ഈ റൺ റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആശ്രയിക്കണമായിരുന്നു. പക്ഷെ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചതോടുകൂടി ഇന്ത്യക്ക് ഇനി വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ മതി. വേറെ ബുദ്ധിമുട്ടൊന്നും മഴയെങ്ങാണ് വന്ന് മുടങ്ങിയാലേ ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഇപ്പോ കഴിഞ്ഞ തവണ 77 റൺസിന് പരാജയപ്പെട്ടതിൽ ഇതിൽ ഏറെക്കുറെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് 0.1 ആ ലെവലിലേക്ക് 0.1 സെമിയിൽ വരും. അങ്ങനെ നോക്കിയില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ദുബൈ കൊണ്ട് ഇറക്കില്ലായിരുന്നു. നല്ല അടി വാങ്ങി 14 റൺസ്. അല്ല, അതൊരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അവർ ചെയ്തത്. പക്ഷേ ഉള്ള കൊണ്ടുവന്ന് കുറച്ച് ഈസി ആയിട്ട് നോക്കാം. ഈ ലോകകപ്പിലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ടോട്ടലാണ് ഇപ്പൊ സ്വന്തമാക്കിയത്. അതെ അതെ. ഒരു 10 റണ്ണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലത്തെ 261 അങ്ങനെ എന്തോ ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് സ്കോർ. എല്ലാവരും കളിച്ചു. സഞ്ജു കൊടുത്ത പോസിറ്റീവ് നമ്മുടെ ചെക്കൻ ഇറങ്ങി, ടീം സെറ്റായി. ഒരു 6 റൺസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 260 എത്തി, ഹയസ്റ്റ് സ്കോർ എത്തിയാനെ. പക്ഷെ സഞ്ജു കുറച്ചുകൂടി അത് നല്ല സ്റ്റാർട്ട് കൊടുത്തു. പക്ഷെ ഒരു 50 കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങ് തമ്മായനെ. ഒന്നും കൂടി നോക്കി കളിക്കണമായിരുന്നു. ആ ഷോട്ട് ക്രിക്കറ്റർ ആയതുകൊണ്ടുള്ളൊരു ഇതാണ്. കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ ആ ഷോട്ട് കുറച്ചുകൂടി അങ്ങ് നോക്കി കളിക്കണമെന്ന് തോന്നി. അത് എപ്പോഴും തോന്നാറുണ്ട്. ഇന്ത്യ കപ്പ് നമുക്കുതാ. സഞ്ജു ചേട്ടാ എപ്പടി ഇരിക്കേ? சூப்பரா சஞ்சு சேட்டா கலக்கிட்டாரு. ഭദ്രമാ പാത്തുക്കോ IPL? കണ്ടിപ്പാ നാങ്ക പാത്തുக்கிறோம். തീർച്ചയായിട്ടും എന്തായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് ആരാധകരെല്ലാം ഈ ഒരു മത്സരത്തെ, ഈ ഒരു വിജയത്തെ കാണുന്നത്. വെസ്റ്റ് ഇൻഡീസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ സഞ്ജു സാംസൺ ഇറങ്ങി സഞ്ജുവിന്റെ ഒരു മികച്ച സ്റ്റാർട്ട് ഇന്ത്യയുടെ പോസിറ്റീവ് ഘടകങ്ങളിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും വലിയ പ്രതീക്ഷയോടെ തന്നെ പങ്കുവയ്ക്കുന്നത്. ജയേഷ് പൂക്കോട്ടൂരാണ് ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും ഇനി അവസാന മത്സരത്തിൽ വിൻഡീസിനെ കൂടി പരാജയപ്പെടുത്തിയാൽ ഇന്ത്യക്ക് സെമിയിൽ എത്താം എന്നതാണ് വലിയ സന്തോഷം ഉള്ള കാര്യം.